ഹായ് ഓൾ, എല്ലാവർക്കും ജിക്സ് PSC അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് SCERT പാഠഭാഗത്ത് പറഞ്ഞിരിക്കുന്ന ധാതുക്കളും ധാതു അധിഷ്ഠിത വ്യവസായങ്ങളും എന്ന ടോപ്പിക്കാണ്. അപ്പോൾ ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ധാതുക്കളെ പ്രധാനമായിട്ടും രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്: ലോഹധാതുക്കളെന്നും അലോഹധാതുക്കളും. ലോഹധാതുക്കളെ ഇരുമ്പിൻ്റെ അംശമുള്ളവ, ഇരുമ്പിൻ്റെ അംശമില്ലാത്തവ എന്ന് തിരിച്ചിട്ടുണ്ട്. ഇതിൽ ഇരുമ്പിൻ്റെ അംശമുള്ളവയ്ക്ക് ഉദാഹരണമാണ് ഇരുമ്പയിര്, മാംഗനീസൊക്കെ. ഇരുമ്പിൻ്റെ അംശമില്ലാത്തവയാണ് സ്വർണം, വെള്ളി, ചെമ്പ്, ബോക്സൈറ്റ്. ഇനി അലോഹധാതുക്കളിൽ വരുന്നത് ധാതു ഇന്ധനങ്ങളും മറ്റു ധാതുക്കളുമാണ്. ധാതു ഇന്ധനങ്ങൾ എന്ന് പറഞ്ഞാൽ കൽക്കരി, പെട്രോളിയം ഒക്കെയാണ്. മറ്റു ധാതുക്കളുമാണ് അപ്പുറം. അപ്പോൾ ഒരിക്കൽ കൂടി ഒന്ന് പറയാം. ധാതുക്കൾ എന്താണ്? ഈ ധാതുക്കൾ എന്ന് പറഞ്ഞാൽ, ലോഹധാതുക്കൾ എന്നൊക്കെ പറഞ്ഞാൽ എന്താ? ലോഹങ്ങളുടെ സ്രോതസ്സുകളാണ് ലോഹധാതുക്കൾ. അപ്പോൾ ധാതുക്കളെ ലോഹധാതുക്കളെന്നും അലോഹധാതുക്കൾ, അതിലടങ്ങിയിരിക്കുന്ന ലോഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ തരംതിരിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ലോഹധാതുക്കൾ എന്ന് പറഞ്ഞാൽ ഇരുമ്പിൻ്റെ അംശമുള്ളവയും ഇരുമ്പിൻ്റെ അംശമില്ലാത്തവയും തരംതിരിച്ചിട്ടുണ്ട്. ഇരുമ്പിൻ്റെ അംശമുള്ളവയാണ് ഇരുമ്പയിരും മാംഗനീസും. ഇരുമ്പിൻ്റെ അംശമില്ലാത്തവയാണ് സ്വർണം, വെള്ളി, ചെമ്പ്, ബോക്സൈറ്റ്. ഇനി അലോഹധാതുക്കൾ ധാതു ഇന്ധനങ്ങളുമുണ്ട്, മറ്റു ധാതുക്കളുമുണ്ട്. ഇതിൽ ധാതു ഇന്ധനങ്ങളാണ് കൽക്കരി, പെട്രോളിയം. മറ്റു ധാതുക്കളിൽ വരുന്നതാണ് അപ്പുറം. ഇത്രയും കാര്യങ്ങളാണ് അവിടെ അറിഞ്ഞിരിക്കേണ്ടത്. ഇരുമ്പയിര് നിക്ഷേപങ്ങളും ഇരുമ്പുരുക്ക് വ്യവസായം. ഇരുമ്പ് വേർതിരിച്ചെടുക്കുന്നത് ഇരുമ്പ് അയിരിൽ നിന്നുമാണെന്ന് നമുക്കറിയാം. ഇന്ത്യയിൽ കാണപ്പെടുന്ന ഇരുമ്പയിര് നിക്ഷേപങ്ങൾ ഏതൊക്കെ ചോദിച്ചാൽ മാഗ്നറ്റൈറ്റ്, ഹേമറ്റൈറ്റ്, ലിമോണൈറ്റ്. ലോകത്തെ മൊത്തം ഇരുമ്പയിര് നിക്ഷേപത്തിൻ്റെ 20% ഇന്ത്യയിലാണ്. അപ്പോൾ ഇന്ത്യയിൽ ഖനനം ചെയ്യുന്ന ഇരുമ്പയിരിൻ്റെ 50 മുതൽ 60% വരെ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളാണ് ജപ്പാൻ, കൊറിയ, യൂറോപ്യൻ രാജ്യങ്ങൾ, ഗൾഫ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിലാണ്. ഇനി നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് ഇന്ത്യയിലെ പ്രധാന ഇരുമ്പയിര് ഖനന മേഖലകളാണ്. അപ്പോൾ നോക്കാം. ഒഡീഷയിലെ പ്രധാന ഖനന മേഖലകളാണ് സുന്ദർഗഡ്, മയൂർഭഞ്ച്, ജാർഖണ്ഡിലെ സിംഗ്ഭം ദുർഗമുണ്ട്. കർണാടകയിലെ ബെല്ലാരി, ചിക്മംഗലൂര്, ഷിമോഗ, ചിത്രദുർഗം. ഗോവയിലെ മർമഗോവ. തമിഴ്നാട്ടിലെ സേലം, നീലഗിരി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം ചോദിച്ചാൽ അത് ഇരുമ്പുരുക്ക് വ്യവസായമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം ഇരുമ്പുരുക്ക് വ്യവസായമാണ്. ഇരുമ്പുരുക്ക് വ്യവസായശാലകൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളാണ് ഇരുമ്പയിര്, കൽക്കരി, മാംഗനീസ്, ചുണ്ണാമ്പുകല്ല്, ഡോളമൈറ്റ്. അപ്പോൾ ഇരുമ്പയിര് വ്യവസായശാലകൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളാണ് ഇരുമ്പയിര്, കൽക്കരി, മാംഗനീസ്, ചുണ്ണാമ്പുകല്ല്, ഡോളമൈറ്റ്. ഇരുമ്പുരുക്ക് വ്യവസായത്തിലെ ഒരു പ്രധാന അസംസ്കൃത വസ്തു ചോദിച്ചാൽ അത് കൽക്കരിയാണ്. ഇരുമ്പുരുക്ക് വ്യവസായത്തിലെ പ്രധാന ഒരു ലോഹധാതുവാണ്. ഇരുമ്പുരുക്ക് വ്യവസായത്തിലെ പ്രധാന അസംസ്കൃത വസ്തു ചോദിച്ചാൽ കൽക്കരിയും, ഇരുമ്പുരുക്ക് വ്യവസായത്തിൽ ഉപയോഗിക്കുന്ന പ്രധാന ലോഹധാതു ചോദിച്ചാൽ മാംഗനീസുമാണ്. മാംഗനീസ് ഉൽപ്പാദനത്തിൽ ഏറ്റവും മുന്നിലുള്ള ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ അത് ഒഡീഷ. നമ്മൾ ലോഹധാതുക്കൾ, അലോഹധാതുക്കൾ പറഞ്ഞു. ഇരുമ്പ് അയിരിൽ നിന്നുമാണ് ഇരുമ്പ് വേർതിരിച്ചെടുക്കുന്നത്. ഇന്ത്യയിൽ കാണപ്പെടുന്ന ഇരുമ്പയിര് നിക്ഷേപങ്ങൾ മാഗ്നറ്റൈറ്റ്, ഹേമറ്റൈറ്റ്, ലിമോണൈറ്റ്, സിന്തറൈറ്റ് ആണ്. ലോകത്തെ മൊത്തം ഇരുമ്പയിര് നിക്ഷേപത്തിൻ്റെ 20% ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ ഖനനം ചെയ്യുന്ന ഇരുമ്പയിരിൻ്റെ 50 മുതൽ 60% വരെ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങൾ ജപ്പാൻ, കൊറിയ, യൂറോപ്യൻ രാജ്യങ്ങൾ, ഗൾഫ് രാജ്യങ്ങൾ എന്നിവിടങ്ങളാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം ഇരുമ്പുരുക്ക് വ്യവസായമാണ്. ഇരുമ്പുരുക്ക് വ്യവസായശാലകൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ഇരുമ്പ്, കൽക്കരി, മാംഗനീസ്, ചുണ്ണാമ്പുകല്ല്, ഡോളമൈറ്റ് ഒക്കെയാണ്. ഇരുമ്പുരുക്ക് വ്യവസായത്തിലെ പ്രധാന അസംസ്കൃത വസ്തു ചോദിച്ചാൽ അത് കൽക്കരിയാണ്. ഇരുമ്പുരുക്ക് വ്യവസായത്തിൽ ഉപയോഗിക്കുന്ന പ്രധാന ലോഹധാതു ചോദിച്ചാൽ അത് മാംഗനീസാണ്. മാംഗനീസ് ഉൽപ്പാദനത്തിൽ ഏറ്റവും മുന്നിലുള്ള ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ ഒഡീഷയാണ്. ഇനി അടുത്ത് നോക്കുന്ന ഇന്ത്യയിലെ പ്രധാന ഇരുമ്പുരുക്ക് വ്യവസായശാലകളാണ്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയിൽ പലവട്ടം ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇനി ചോദിക്കാമെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി ടിസ്കോ സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ്? ജംഷഡ്പൂരിലെ ജാർഖണ്ഡ്. ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല,
ഏറ്റവും വലുത് ഏതാണ്? ടിസ്കോ ആണ് ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ്? ടിസ്കോ. ഇന്ത്യൻ അയൺ സ്റ്റീൽ കമ്പനി അതെവിടെയാണ്? കുൾട്ടി, ബരൺപൂർ, ഹിരാപൂർ പശ്ചിമ ബംഗാളിലുണ്ട്. പൊതുമേഖലയിലെ ആദ്യ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ഏത്? ഇസ്കോ, അതായത് ഇന്ത്യൻ അയൺ സ്റ്റീൽ കമ്പനി. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ചോദിച്ചാൽ അത് വിശ്വേശ്വരയ്യ അയൺ സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് ആണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ആണ്. അതെവിടെയാണ്? കർണാടകയിലെ ഭദ്രാവതിയിലാണ്. 1959 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ചത് ഏതാണ്? ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ആണ്. ഭിലായം എവിടെയാണ്? ഛത്തീസ്ഗഡിലാണ്. റൂർക്കല ഏതാണ്? ജർമ്മനിയുടെ സഹായത്തോടെയാണ് സ്ഥാപിച്ചത്. ഒഡീഷയിലെ സുന്ദർഗഡിലാണ്. ദുർഗാപൂരോ പശ്ചിമ ബംഗാളിലാണ്. 1962 UK സാങ്കേതിക സഹായത്തോടെ പ്രവർത്തനം ആരംഭിച്ചതാണ്. ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ബൊക്കാറോ ജാർഖണ്ഡിലാണ്. 1964 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ ആരംഭിച്ചതാണ്. അപ്പോൾ ഏറ്റവും വലിയ ഈ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ്? ടിസ്കോ. ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനിയാണ് ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല. പൊതുമേഖലയിലെ ആദ്യ ഇരുമ്പുരുക്ക് വ്യവസായശാലയോ? ഇന്ത്യൻ അയൺ സ്റ്റീൽ കമ്പനിയാണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാലയോ? വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് ആണ്. ഓക്കെ ആണല്ലോ. ഇത്രയും കാര്യങ്ങൾ അവിടെ അറിഞ്ഞിരിക്കണം. പിന്നീട് ഇവിടെ നോക്കാനുള്ളത് ഇന്ത്യയിലെ മറ്റു ധാതുക്കളാണ്. ഓരോ ധാതുക്കൾ, അതിൻ്റെ ഉപയോഗം, പിന്നെ പ്രധാന ഉൽപ്പാദക സംസ്ഥാനങ്ങളും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് അവിടെ നോക്കേണ്ടത്. സ്വർണം എന്തിനാണ് ഉപയോഗിക്കുന്നത് നമുക്കറിയാം. ആഭരണ നിർമ്മാണത്തിനാണ്. പ്രധാന ഉൽപ്പാദക സംസ്ഥാനം കർണാടകയാണ്. ചെമ്പ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? വൈദ്യോപകരണ വ്യവസായശാലകളിലും ചാലകമായിട്ടൊക്കെ ഉപയോഗിക്കുന്നു. ജാർഖണ്ഡ്, രാജസ്ഥാൻ, മധ്യപ്രദേശൊക്കെയാണ് ഉൽപ്പാദക സംസ്ഥാനങ്ങൾ. പിന്നെ ഉള്ളത് വെള്ളിയും ആഭരണ നിർമ്മാണം, ഇലക്ട്രോപ്ലേറ്റിംഗ്, ഫോട്ടോഗ്രാഫി തുടങ്ങിയവയ്ക്ക് ഉപയോഗിക്കുന്നു. രാജസ്ഥാൻ, ജാർഖണ്ഡ്, കർണാടകയിലാണ് അതും കൂടുതലായിട്ടുള്ള ഉൽപ്പാദക സംസ്ഥാനങ്ങൾ. ബോക്സൈറ്റോ? വിമാനം, വൈദ്യുത ഉപകരണങ്ങൾ, ഗാർഹിക ഉപകരണങ്ങൾ എന്നിവയ്ക്കായിട്ടൊക്കെ ഉപയോഗിക്കുന്നു. ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ഒഡീഷയാണ് പ്രധാന ഉൽപ്പാദക സംസ്ഥാനങ്ങൾ. അഭ്രമോ? വൈദ്യോപകരണ വ്യവസായങ്ങളിലെ ഇൻസുലേറ്ററായിട്ട് ഉപയോഗിക്കുന്നതാണ് അഭ്രം. ആന്ധ്രാപ്രദേശ്, രാജസ്ഥാൻ, ജാർഖണ്ഡ്, ബീഹാർ ഒക്കെയാണ് പ്രധാന ഉൽപ്പാദക സംസ്ഥാനങ്ങൾ. ഒരിക്കൽ കൂടി നോക്കാം. ആഭരണ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് സ്വർണം. ആഭരണ നിർമ്മാണത്തിനും ഇലക്ട്രോപ്ലേറ്റിംഗ്, ഫോട്ടോഗ്രാഫിക്കൊക്കെ വെള്ളി ഉപയോഗിക്കുന്നു. വൈദ്യോപകരണ വ്യവസായങ്ങളിൽ ചാലകമായിട്ട് ഉപയോഗിക്കുന്നത് ചെമ്പാണ്. വിമാനം, വൈദ്യോപകരണങ്ങൾ, ഗാർഹിക ഉപകരണങ്ങൾ എന്നിവയ്ക്കായിട്ട് ഉപയോഗിക്കുന്ന ബോക്സൈറ്റ് ഉണ്ട്. വൈദ്യോപകരണ വ്യവസായങ്ങളിൽ ഇൻസുലേറ്ററായിട്ട് ഉപയോഗിക്കുന്നത് അഭ്രമാണ്. ഓക്കെ, നമുക്കറിയാം അലുമിനിയത്തിൻ്റെ പ്രധാനപ്പെട്ട അയിരാണ് ബോക്സൈറ്റ്. പല പ്രാവശ്യം പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. അലുമിനിയത്തിൻ്റെ പ്രധാനപ്പെട്ട അയിര് ഏതാണ്? ബോക്സൈറ്റ് ആണ്. ഇനി ധാതു ഇന്ധനങ്ങൾ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഫോസിൽ ഇന്ധനങ്ങൾ. ഏതൊക്കെയാണ്? കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകങ്ങളൊക്കെ തന്നെ എന്താണ്? ഫോസിൽ ഇന്ധനങ്ങളാണ്. ഇനി അവയെക്കുറിച്ച് നോക്കാം. കൽക്കരി ബിറ്റുമിനസ് വിഭാഗത്തിൽപ്പെട്ട ഇടത്തരം നിലവാരത്തിലുള്ള കൽക്കരിയാണ് ഇന്ത്യയിൽ കൂടുതലായും കാണപ്പെടുന്നത്. പ്രധാന കൽക്കരി ഉൽപ്പാദക സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ്, ഒഡീഷ, ഛത്തീസ്ഗഡ്. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം ഏതാണ്? ജാർഖണ്ഡ്. പരീക്ഷയിലൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ ലിഗ്നറ്റൈറ്റ് എന്ന ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരി കാണപ്പെടുന്നു. പെട്രോളിയവും പ്രകൃതിവാതകവും. ഓക്കെ, പെട്രോളിയം ഖനനത്തോടൊപ്പം ലഭിക്കുന്ന ഇന്ധനമാണ് പ്രകൃതിവാതകം. പെട്രോൾ, ഡീസൽ തുടങ്ങിയ ഇന്ധനങ്ങൾ കൂടാതെ രാസവളങ്ങൾ, കൃത്രിമ റബ്ബർ, കൃത്രിമ നാരുകൾ, വാസലിൻ തുടങ്ങി വിവിധ തരം ഉൽപ്പന്നങ്ങളൊക്കെ പെട്രോളിയത്തിൽ നിന്നും വേർതിരിച്ചെടുക്കുന്നു. ഇന്ത്യയിലെ പെട്രോളിയം ഉൽപ്പാദക സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ആസാം, ഗുജറാത്ത്, മഹാരാഷ്ട്ര. ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്തത് എവിടെയാണ്? ദിഗ്ബോയ്, ആസാം. ഇന്ത്യയിൽ ആദ്യമായിട്ട് പെട്രോളിയം ഖനനം ചെയ്തത് ദിഗ്ബോയ്, ആസാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം മുംബൈ ഹൈ എവിടെയാണ്? മഹാരാഷ്ട്ര. വലിയ എണ്ണപ്പാടം മുംബൈ ഹൈ, വലിയതാന്ന് ഓർത്തങ്ങിരിക്കുക, മഹാരാഷ്ട്ര. ക്ലിയർ ആയല്ലോ. ഇനി അടുത്തായിട്ട് നോക്കാനുള്ളത് ആണവധാതുക്കളാണ്. ആണവധാതുക്കൾ നോക്കാം. പ്രധാന ആണവധാതുക്കളാണ് യുറേനിയം, തോറിയം,
യുറേനിയം, തോറിയം. യുറേനിയം നിക്ഷേപം ധാരാളമായി കാണപ്പെടുന്ന ജാർഖണ്ഡ്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലാണ്. കേരളം, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ തീരദേശ മണലിൽ കാണുന്ന മോണസൈറ്റ്, ഇൽമനൈറ്റ് എന്നീ ധാതുക്കളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ആണവധാതുവാണ് തോറിയം. ഇന്ത്യയിലെ പ്രധാന ആണവോർജ്ജ നിലയങ്ങളാണ് താരാപൂർ. എവിടെയാണ് താരാപൂർ? മഹാരാഷ്ട്ര. രാവത്പട്ട, രാജസ്ഥാൻ. കൽപ്പാക്കം, കൂടംകുളം എവിടെയാണ്? തമിഴ്നാട്. കൈഗ, കർണാടക. കക്രപ്പാന, ഗുജറാത്ത്. നറോറ, ഉത്തർപ്രദേശ്. ഒരിക്കൽ കൂടി, താരാപൂർ മഹാരാഷ്ട്ര, രാവത്പട്ട് രാജസ്ഥാൻ, കൽപ്പാക്കം, കൂടംകുളം തമിഴ്നാട്, കൈഗ കർണാടക, കക്രപ്പാന ഗുജറാത്ത്, നറോറ ഉത്തർപ്രദേശ്. ഊർജ്ജ സ്രോതസ്സുകൾ. പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകളെ പാരമ്പര്യ സ്രോതസ്സുകളെന്നും പറയുന്നു. ഇപ്പോൾ ഈ പാരമ്പര്യ സ്രോതസ്സുകൾക്ക് ഉദാഹരണമാണ് കൽക്കരി, പെട്രോളിയം. നേരത്തെ തൊട്ട് ഉള്ളതാണെന്ന് ഓർത്താൽ മതി. പാരമ്പര്യ സ്രോതസ്സുകൾ പുനഃസ്ഥാപന ശേഷിയുള്ളതും ചെലവ് കുറഞ്ഞതും പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്തതുമായ ഊർജ്ജ സ്രോതസ്സുകളാണ് പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ. അപ്പം ഇന്ത്യയിലെ പ്രധാന പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളാണ് കാറ്റിൽ നിന്നുള്ള ഊർജ്ജം, തിരമാലയിൽ നിന്നുള്ള ഊർജ്ജം, വേലിയോർജ്ജം, ജൈവവാതകം. റോഡുകൾ. നിർവഹണ സംവിധാനങ്ങൾ അടിസ്ഥാനമാക്കി ഇന്ത്യയിലെ റോഡുകളെ പ്രധാനമായിട്ടും 4ആയിട്ട് തിരിച്ചിരിക്കുന്നു. ദേശീയ പാതകൾ, സംസ്ഥാന ഹൈവേ, ജില്ലാ റോഡുകൾ, ഗ്രാമീണ റോഡുകൾ. അപ്പം റോഡുകളെ പ്രധാനമായിട്ടും 4ആയിട്ട് തിരിച്ചിരിക്കുന്നു. എന്തൊക്കെയായിരുന്നു? ദേശീയ പാതകൾ, സംസ്ഥാന ഹൈവേ, ജില്ലാ റോഡുകൾ, ഗ്രാമീണ റോഡുകൾ. ദേശീയ പാതകൾ എന്ന് പറഞ്ഞാൽ രാജ്യത്തെ വിവിധ സംസ്ഥാന തലസ്ഥാനങ്ങൾ, പ്രധാന നഗരങ്ങൾ, തുറമുഖങ്ങൾ തുടങ്ങിയ കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന റോഡുകളാണ് ദേശീയ പാതകൾ. ദേശീയ പാതകൾ രാജ്യത്തെ വിവിധ സംസ്ഥാന തലസ്ഥാനങ്ങൾ, പ്രധാന നഗരങ്ങൾ, തുറമുഖങ്ങൾ തുടങ്ങിയ കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡുകളാണ് ദേശീയ പാതകൾ. ഈ റോഡുകളുടെയൊക്കെ നിർവഹണ ചുമതല വഹിക്കുന്നത് ആരാണെന്നറിയോ? കേന്ദ്ര സർക്കാരാണ്. ഇനി സംസ്ഥാന ഹൈവേ എന്ന് പറഞ്ഞാൽ സംസ്ഥാന തലസ്ഥാനങ്ങളെ ജില്ലാ ആസ്ഥാനങ്ങളുമായി ബന്ധിപ്പിക്കുന്ന റോഡുകളാണ്. അതിൻ്റെ പരിപാലനം നിർവഹിക്കുന്നതും സംസ്ഥാന സർക്കാരാണ്. ഓക്കെ. ദേശീയ പാതകളുടെ കേന്ദ്ര സർക്കാരും സംസ്ഥാന പാതകളുടെ സംസ്ഥാന സർക്കാരുമാണ്. ഇനി ജില്ലാ റോഡുകൾ. ഇപ്പോൾ ജില്ലാ ആസ്ഥാനങ്ങളെ ജില്ലയിലെ പ്രധാന കേന്ദ്രങ്ങളുമായി ബന്ധിപ്പിക്കുന്ന റോഡുകളാണ് ജില്ലാ റോഡുകൾ. ഈ റോഡുകളുടെ നിർമ്മാണവും പരിപാലനവും നിർവഹിക്കുന്നത് ജില്ലാ പഞ്ചായത്തുകളാണ്. ഗ്രാമീണ റോഡുകളോ? ഗ്രാമങ്ങളിലെ ആഭ്യന്തര സഞ്ചാരം ഉറപ്പാക്കുന്ന റോഡുകളാണ് ഗ്രാമീണ റോഡുകൾ. ഇന്ത്യയിലാകെ റോഡ് ദൈർഘ്യത്തിൻ്റെ 80% ഗ്രാമീണ റോഡുകളാണ്. ഇതിൻ്റെ നിർമ്മാണവും പരിപാലനവും നിർവഹിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. ഇന്ത്യയിലെ മഹാനഗരങ്ങളായ ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത എന്നിവിടങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന 6 വരി പാതകളാണ് സൂപ്പർ ഹൈവേകൾ എന്ന് വിളിക്കുന്നത്. അതാണ് സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേകൾ. സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേയുടെ ചുമതല വഹിക്കുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റിയാണ്. ഇനി പഠിക്കുന്നത് റെയിൽ ഗതാഗതമാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ റെയിൽവേ ശൃംഖല എവിടെയാണെന്ന് ചോദിച്ചാൽ ഇന്ത്യയിലാണുള്ളത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സംരംഭമാണ് നമ്മുടെ ഇന്ത്യൻ റെയിൽവേ. ഇന്ത്യയിൽ റെയിൽവേ ഗതാഗതം ആരംഭിച്ച വർഷം 1853 1853. ഓക്കെ. പിന്നെ അവിടെ പഠിക്കാനുള്ളത് റെയിൽ ഗേജ് എന്ന് പറഞ്ഞാൽ പാളങ്ങൾ തമ്മിലുള്ള അകലം ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ എത്ര ആനുപാതിക തർക്കം, അതിലെ പാളങ്ങൾ തമ്മിലുള്ള അകലം ഒന്നും നോട്ട് ചെയ്താൽ മതി. ബ്രോഡ് ഗേജ് ആകുമ്പോൾ പാളങ്ങൾ തമ്മിലുള്ള അകലം 1.67 മീറ്ററാണ്. ബ്രോഡ് ഗേജ് ആകുമ്പം പാളങ്ങൾ തമ്മിലുള്ള അകലം 1.67 മീറ്ററാണ്. മീറ്റർ ഗേജ് ആണെങ്കിൽ 1 മീറ്റർ. നാരോ ഗേജ് ആണെങ്കിൽ 0.762 മീറ്റർ. ഓക്കെ. കൊങ്കൺ റെയിൽവേ നിർമ്മാണം പൂർത്തീകരിച്ചത് 1998 കൊങ്കൺ റെയിൽവേ നിർമ്മാണം പൂർത്തീകരിച്ചത്. അപ്പം കൊങ്കൺ റെയിൽവേ നിർമ്മാണം പൂർത്തീകരിച്ചത് 1998. ദൈർഘ്യം എത്രയാണ്? 760 കിലോമീറ്ററാണ്. കൊങ്കൺ റെയിൽവേ കടന്നു പോകുന്നത് മഹാരാഷ്ട്രയിലെ റോഹ മുതൽ കർണാടകയിലെ മംഗലാപുരം വരെയാണ്. സഞ്ചാരപാതയിൽ 146 നദികൾ പിന്നിടുന്ന ഈ പാതയിലെ ഏകദേശം 2000 പാലങ്ങളും 94 തുരങ്കങ്ങളും ഉണ്ട്. ഓക്കെ. ഇനി അടുത്തത് അറിയേണ്ടത് ജലഗതാഗതമാണ്. വൻതോതിലുള്ള ചരക്ക് ഗതാഗതത്തിന് ഏറ്റവും യോജിച്ച മാർഗമാണ് ജലഗതാഗതം. ഏറ്റവും ചെലവ് കുറഞ്ഞ ഗതാഗത മാർഗം ഏതാണ്? ഇത് തന്നെ പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. ഏറ്റവും ചെലവ് കുറഞ്ഞ ഗതാഗത മാർഗം ഏതാണ്? ജലഗതാഗതമാണ്. അന്താരാഷ്ട്ര വ്യാപാരത്തിന്
ഏറ്റവും യോജിച്ചതാണ്. ജലഗതാഗതത്തെ പൊതുവായിട്ട് ഉൾനാടൻ ജലഗതാഗതമെന്നും സമുദ്ര ജലഗതാഗതമെന്നും തരംതിരിച്ചിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. ഇനി നദികൾ, കായലുകൾ, കനാലുകൾ തുടങ്ങിയ ജലാശയങ്ങളാണ് ഉൾനാടൻ ജലഗതാഗതത്തിനായിട്ട് ഉപയോഗപ്പെടുത്തുന്നത്. ഉൾനാടൻ ജല അതോറിറ്റി രൂപം കൊണ്ട വർഷം എന്നാണ് 1986 ഉൾനാടൻ ജല അതോറിറ്റി രൂപം കൊണ്ടത്. ഇന്ത്യയിലെ ആദ്യത്തെ ജലപാത NW1 ആണ്. NW3A ദേശീയ ജലപാതയായിട്ട് പ്രഖ്യാപിച്ചത് 1993. ഓർത്തിരിക്കുക എളുപ്പം. NW3 1993. ദേശീയ ജലഗതാഗത നിയമത്തിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ച വർഷം 2016 മാർച്ച് 25. 2016 മാർച്ച് 25. ഈ നിയമം അനുസരിച്ച് നിലവിൽ ഇന്ത്യയിലെ ആകെ ദേശീയ ജലപാതകളുടെ എണ്ണം 111 ജലപാതകളുടെ എണ്ണം 111. നമുക്കൊന്നുകൂടെ ഒന്ന് നോക്കാം. വൻതോതിലുള്ള ചരക്കു ഗതാഗതത്തിന് ഏറ്റവും യോജിച്ച മാർഗമാണ് ജലഗതാഗതം. ഏറ്റവും ചെലവ് കുറഞ്ഞ ഗതാഗത മാർഗമാണ്. ജലഗതാഗതത്തെ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു. ഉൾനാടൻ ജലഗതാഗതമെന്നും സമുദ്ര ജലഗതാഗതമെന്നും തിരിച്ചിട്ടുണ്ട്. ഉൾനാടൻ ജല അതോറിറ്റി രൂപം കൊണ്ട വർഷം 1986. ഇന്ത്യയിലെ ആദ്യത്തെ ജലപാത NW1 ആണ്. NW3 ദേശീയ ജലപാതയായിട്ട് പ്രഖ്യാപിച്ചത് 1993. ഓക്കെ. ഇനി നമ്മുടെ NW1, NW2 അങ്ങനെയുള്ള ദേശീയ ജലപാതകൾ അത് ബന്ധിപ്പിക്കുന്ന സ്ഥലം, ഏത് നദിയാണ്, നീളമൊക്കെ പരീക്ഷയിൽ സ്ഥിരം ചോദിക്കുന്നുണ്ട്. അപ്പം നോക്കാം. NW1 അലഹബാദ് ഹാൽദിയാണ് NW1. നദി ഗംഗ, ഭഗീരഥി, ഹൂഗ്ലിയാണ്. 1620 കിലോമീറ്ററാണ് നീളം. NW2 ആണ് അടുത്തത് നോക്കുന്നത്. സാദിയ ദുബ്രിയാണ്. NW1 അലഹബാദ്, ഹാൽദിയ, ഗംഗ, ഭഗീരഥി, ഹൂഗ്ലിയാണ്. ആകെ നീളം 1620 കിലോമീറ്ററാണ്. NW2 സാദിയ ദുബ്രി, ബ്രഹ്മപുത്ര നദിയാണ്. 891 കിലോമീറ്ററാണ്. NW3 കൊല്ലം, കോഴിക്കോടാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ജലപാതയാണ് വെസ്റ്റ് കോസ്റ്റ് കനാൽ, അല്ലേ, 365 കിലോമീറ്ററാണ്. ഇനി അടുത്തത് NW4 കാക്കിനഡ, പുതുച്ചേരി, ഗോദാവരി, കൃഷ്ണ 2890 കിലോമീറ്ററാണ്. NW5 താൽച്ചർ, ധാംര, ഒഡീഷ, പശ്ചിമ ബംഗാൾ, ബ്രാഹ്മണി, മഹാനദി, നീളം 588 കിലോമീറ്ററാണ്. NW6 ലക്കിപൂർ, ഭാംഗ്ര, ബറാക്ക് റിവറാണ്. നീളം 71 കിലോമീറ്ററാണ്. ഒന്നുകൂടെ ഒന്ന് നമുക്ക് നോക്കാം. NW1 അലഹബാദ്, ഹാൽദിയാണ് ബന്ധിപ്പിക്കുന്ന സ്ഥലം. റിവർ ഗംഗ, ഭഗീരഥി, ഹൂഗ്ലി നദിയൊക്കെയാണ്. ആകെ നീളം 1620 കിലോമീറ്ററാണ്. NW2 സാദിയ ദുബ്രിയാണ്. ബ്രഹ്മപുത്ര നദിയാണ്. 891 കിലോമീറ്ററാണ്. NW3 കൊല്ലം, കോഴിക്കോടാണ്. വെസ്റ്റ് കോസ്റ്റ് കനാൽ 365 കിലോമീറ്റർ. NW4 കാക്കിനഡ, പുതുച്ചേരി, ഗോദാവരി, കൃഷ്ണ റിവറൊക്കെയാണ്. 2890 കിലോമീറ്ററാണ്. NW5 താൽച്ചർ, ധാംര, ബ്രാഹ്മണി, മഹാനദി 588 കിലോമീറ്ററാണ്. NW6 ലക്കിപൂർ, ഭാംഗ്ര, ബറാക്ക് റിവറാണ്. 71 കിലോമീറ്ററാണ്. തുറമുഖങ്ങളാണ്. ഇന്ത്യയുടെ പടിഞ്ഞാറും കിഴക്കുമായിട്ട് സ്ഥിതി ചെയ്യുന്ന പ്രധാന മേജർ തുറമുഖങ്ങളുടെ എണ്ണം 13. കാൺല, നവശേവ, മംഗലാപുരം, തൂത്തുക്കുടി, വിശാഖപട്ടണം, ഹാൽദിയ, പോർട്ട് ബ്ലെയർ, മുംബൈ, മർമഗോവ, കൊച്ചി, ചെന്നൈ, പാരാദ്വീപ്, കൊൽക്കത്ത. വിഴിഞ്ഞം തുറമുഖം പദ്ധതി എന്ന് കേട്ടിട്ടുണ്ടോ? അതും ടെക്സ്റ്റ് പറഞ്ഞിട്ടുണ്ട്. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ കേരളത്തിൽ നടപ്പിലാക്കുന്ന തുറമുഖം പദ്ധതിയാണ് വിഴിഞ്ഞം. വിഴിഞ്ഞം കണ്ടെയ്നർ തുറമുഖമായത് വികസിപ്പിക്കുന്നത്. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ കേരളത്തിൽ നടപ്പിലാക്കുന്ന തുറമുഖ പദ്ധതിയാണ് വിഴിഞ്ഞം. വിഴിഞ്ഞം കണ്ടെയ്നർ തുറമുഖമായാണ് വികസിപ്പിക്കുന്നത്. അന്താരാഷ്ട്ര കപ്പൽ യാത്രപാതയോടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നു എന്നതും സ്വാഭാവിക ആഴം 24 മീറ്റർ കൂടുതലാണെന്നതും നിർദ്ദിഷ്ട തുറമുഖത്തിൻ്റെ സവിശേഷതകളാണ്. പിന്നെ പറയുന്ന വ്യോമഗതാഗതമാണ്. ഇന്ത്യയുടെ വ്യോമഗതാഗതം നിയന്ത്രിക്കുന്ന എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയാണ്. അന്താരാഷ്ട്ര ആഭ്യന്തര വിമാന സർവീസുകൾ കൈകാര്യം ചെയ്യുന്ന കോർപ്പറേഷനുകൾ എയർ ഇന്ത്യ, ഇന്ത്യൻ എയർലൈൻസ് ആണ്. ഇത്രയുമാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ പഠിക്കുക. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ. താങ്ക്